ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു രേണുസുതിക്ക് ക്യാൻസർ ആണെന്നും താൻ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നൊക്കെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് രേണു തന്നെ രംഗത്ത് വന്നത്. ഇതുവരെ ആരോടും പറയേണ്ട എന്ന് കരുതിയാണ് മുന്നോട്ട് പോയത്. എന്നാൽ ഇപ്പോൾ കീമോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമെത്തി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എല്ലാവരോടും വിശദമായി തന്നെ ക്യാൻസറിനെ പറ്റി പറയാമെന്ന് ഞാൻ കരുതിയെന്നായിരുന്നു അന്ന് അഭിമുഖത്തിലൂടെ പ്രത്യക്ഷപ്പെട്ട രേണു വ്യക്തമാക്കിയത്. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ന് ഞാൻ വല്ലാത്തൊരു വേദന നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാനിപ്പോൾ ഈ വേദനയെല്ലാം സഹിച്ചു ജീവിക്കുന്നത് എന്റെ മകന് വേണ്ടി മാത്രമാണ്. അവൻ എന്നെ വേണം. അവൻ കുഞ്ഞല്ലേ. ബ്രസ്റ്റ് ക്യാൻസറാണ് എന്നെ ബാധിച്ചിരിക്കുന്നത്. അതെന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുകയാണ്. ക്യാൻസറിന്റെ 3ാമത്തെ സ്റ്റേജിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ചികിത്സ ആദ്യമൊക്കെ പിന്നീട് ചെയ്യാമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ഇപ്പോൾ ചികിത്സ അതികഠിനം തന്നെയാണ്. ഇപ്പോൾ കീമോ എല്ലാം ആരംഭിച്ചു. ഇനി എന്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴേ മുടിയെല്ലാം മുറിച്ചു മാറ്റാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അത്രയും വേദന നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ വേണ്ടത്. എന്നാൽ പലരും എന്നെക്കുറിച്ച് തെറ്റായ വാർത്തകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയാണ്. പലരും കളിയാക്കുന്നുണ്ട്. നിരവധി പേരാണ് ഞാൻ മരിച്ചു എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പങ്കുവച്ചത്. എന്നെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരിതെല്ലാം കാണുമ്പോൾ അവർക്ക് വലിയ വേദനയാകും. ആരും എന്നെ സഹായിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നാൽ എന്നെ ഇങ്ങനെ കൊല്ലരുത് എന്ന് തന്നെയാണ് രേണുസുതി തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി അറിയിച്ചത്. മാത്രമല്ല, തൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചും രേണുസുതി തുറന്നു പറഞ്ഞു. താൻ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മരണത്തെ മുന്നിൽ കണ്ട് നടക്കുകയാണ്. എന്നാൽ ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ഇളയ മകൻ ഋതപ്പന് കൂട്ട് ഇനിയും അമ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിച്ചേ മതിയാകൂ എന്ന ലക്ഷ്യം തന്നെയാണ് രേണുവിൻ്റെ ഉള്ളിലുമുള്ളത്. ഇന്ന് രേണുവിന് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത്. തൻ്റെതായ കഴിവുകൊണ്ട് ഇടം പിടിച്ച് ഇന്ന് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന രേണുവിനെ ക്യാൻസർ എന്ന മഹാമാരിക്കൊന്നും ഒരിക്കലും താഴ്ത്താൻ കഴിയില്ല. ഇതിലും ആക്റ്റീവായി തന്നെ അഭിനയ രംഗത്തേക്കും ജീവിതത്തിലേക്കും രേണുസുതി എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും.